ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ചില ഇക്വേഷൻസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ഇക്വേഷൻസിലേക്ക് നമ്മൾ എത്തിക്കുന്ന സെർട്ടൈൻ ടേംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. അതാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ദാറ്റ് ഈസ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്താണ് ഈ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലേക്ക് കറണ്ടിന്റെ ലൈൻ വരുന്നുണ്ട് അല്ലേ, അപ്പോൾ അതിനകത്ത് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്, ആ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ വയറിൻ്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻഫിനിറ്റ്ലി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിലായിരിക്കാം ആ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ പെർട്ടിക്കുലർ ലെങ്ത് ഓഫ് വയർ. അതിനാണ് നമ്മൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്പേസിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. So it can be defined as the charge is distributed over a space, or the charge per unit length is called line charge density. അതിനെയാണ് നമ്മൾ ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് ആ ലൈൻ ചാർജ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ ലൈൻ ചാർജ് ഡെൻസിറ്റി നോട്ടഡ് ബൈ ദ ലെറ്റർ ലാംഡ. ലാംഡ എന്നാണ് നമ്മൾ ആ ചാർജ് ഡെൻസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, charge over a conductor. Charge per unit length over a conductor is called line charge density lambda. ആ ലാംഡ ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ചാർജിനെ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിലുള്ള വയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു ചാർജ് per unit length, charge Q by L. Lambda is equal to Q by L. ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇത് ഗോസസ് തിയറത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു Q by L. ആ ചാർജിനെ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളം. യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളം ആൻഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് മീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഡിനോമിനേറ്റർ. സോ വി ക്യാൻ റൈറ്റ് കൂളം പെർ മീറ്റർ ഓർ കൂളം മീറ്റർ റേസ്ഡ് -1 എന്ന് എഴുതാം. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അറിയണം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. I ഈസ് ഈക്വൽ ടു Q by T എന്നാണ് അല്ലേ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു IT. The unit of current is ampere, then time is second. So time T raised AT raised AT അല്ലെ. ATQ is equal to AT. ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാംഡ is equal to AT divided by L എന്നാണ്. സോ ദാറ്റ് ഈസ് M ഇല്ല ഇവിടെ അല്ലേ. അപ്പോൾ M raised 0, L raised -1 T A. ഇതാണ് ഡയമെൻഷണൽ ഫോർമുല. Dimensional formula for lambda, linear charge density, line charge density or linear charge density given by the dimensional formula m raised to 0, l raised to -1 T A.
ഇതിനകത്ത് നമ്മളൊരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള വയർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റ് നമ്മളിവിടെ പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റ് ചാർജിൽ ഈ പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ആർ ഡിസ്റ്റൻസിലാണ് ഈ സോഴ്സ് ചാർജിൽ നിന്ന് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അകലം കൂടുന്തോറും ആ ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് ഇങ്ങനെ ഏറ്റവും ഇന്റൻസിറ്റി അനുഭവപ്പെടുന്ന പോയിന്റിലേക്കുള്ള ഫീൽഡ് ഇന്റൻസിറ്റി പോയിന്റിൽ, അതായത് ഒരു പോയിന്റ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ പോയിന്റ് ചാർജിൽ ഈ ചാർജ് കൊണ്ട് അല്ലെങ്കിൽ സോഴ്സ് ചാർജ് കൊണ്ടുള്ള ഇന്റൻസിറ്റി അലോങ് എ ലൈൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ ഗോസസ് തിയറത്തിൽ അപ്ലൈ ചെയ്യുന്നത്. So that is line charge distribution, where the charge is distributed over a conductor. We can conclude that the charge is distributed continuously over a space, or the charge per unit length over a conductor is called linear charge density lambda, given by the equation Q by L. Its unit is coulomb per meter and dimensional formula is m raised to 0 L raised to -1 T A. ഇപ്പോൾ നമ്മളൊരു റിങ്ങിന്റെ മുകളിലാണ് ഈ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയതെന്ന് വെക്കാം. അപ്പോൾ ആ റിങ്ങിന്റെ കേസിൽ അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുക്കുക? ദാറ്റ് ഈസ് ദ സർക്കംഫറൻസ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ 2πr. അപ്പോൾ ഇവിടെ ആ ഒരു റിങ്ങിന്റെ കേസിലുള്ള ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ എന്നുള്ള ഇക്വേഷനിലെ എല്ലിന് പകരം 2πr എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ എന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇങ്ങനെ കൺസേൺഡ് ഓബ്ജക്റ്റിനനുസരിച്ച് നമുക്ക് അവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ചാർജ് എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഓവർ എ സർഫസ്. അപ്പോൾ ആ സർഫസ് നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു സർഫസിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ദ ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ആൻ ഏരിയ, അല്ലേ? സോ ചാർജ് per unit area is called surface charge density. When charge is distributed uniformly over a surface, that is called the surface charge distribution, and the charge per unit area is called the surface charge density, and that surface charge density is denoted by surface denoted by the letter sigma, and it is given by sigma. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഡെഫിനിഷൻ കൊടുത്തത്? ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിലാണ് ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ we can write the equation density sigma is equal to q by a. ഇപ്പോൾ നമ്മൾ ചാർജിനെ ഒരു സ്ഫെറിക്കൽ സർഫസിലാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയതെങ്കിൽ അവിടുത്തെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് 4πr². അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ചാർജ് ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ സ്ഫിയറിൽ എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ കണ്ടെത്താം? സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ ഓർ ക്യൂ ഡിവൈഡഡ് ബൈ 4πr² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല അതുപോലെ തന്നെ യൂണിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. സോ കൂളംബ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ കൂളംബ് മീറ്റർ റേസ്ഡ് -2 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം AT എന്നാണ്. അതുപോലെ തന്നെ താഴെ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് L² ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല
m raised to 0 l raised to minus 2 t a. ഇതായിരിക്കും ഈ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഗോസസ് തിയറത്തിലെ ഒരു ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് due to an infinitely plain sheet എന്നുള്ള ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമായിട്ടുണ്ട്. Then next is volume charge distribution. അപ്പം നെക്സ്റ്റ് is വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഈ ചാർജിനെ എവിടെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക? ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ആൻ വോളിയം, ഓവർ എ വോളിയം. അപ്പം ദാറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് volume charge density and it is denoted by letter rho. So rho is equal to charge distributed over a volume. ഇപ്പൊ നമ്മളൊരു സ്ഫെറിക്കൽ സർഫസിലാണ് നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയതെങ്കിൽ സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 4/3 πr³. അപ്പൊ നമുക്ക് അവിടുത്തെ ചാർജ് ഡെൻസിറ്റി ഓവർ ദാറ്റ് വോളിയം എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റോ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇൻസ്റ്റെഡ് ഓഫ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യൂ ഡിവൈഡഡ് ബൈ 4/3 πr³ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അവിടുത്തെ വോളിയം ചാർജ് ഡെൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതിന്റെ യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു കൂളം പെർ മീറ്റർ ക്യൂബ്. വോള്യത്തിൻ്റെത് മീറ്റർ ക്യൂബ് ആണ്, അല്ലെങ്കിൽ കൂളം മീറ്റർ റേസ്ഡ് -3 എന്ന് എഴുതാം. ഇനി ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല AT, വോള്യം എന്ന് പറയുന്നത് L³. സോ വി ക്യാൻ റൈറ്റ് m raised to 0 l raised to -3 t a. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. ഇത് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. നമ്മൾ ചാർജിനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള വയറിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള വയറിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ ആ ലെങ്ത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചാർജിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ എടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഗിവൺ ബൈ ക്യൂ ബൈ എൽ. ഇഫ് ദ ചാർജ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സർഫസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക അവിടുത്തെ ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ എത്ര ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഗിവൺ ബൈ ക്യൂ ബൈ എ. ഇപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ വോള്യത്തിലാണെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു ക്യൂ ബൈ വി. ഈ 3 ടേംസ് നമുക്ക് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്. ഇത് മറന്നു പോകരുത്, ഓർത്തു വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേം ആണ് ഇലക്ട്രിക് ഫ്ലക്സ്, denoted by the letter phi. ഫ്ലക്സ് എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ആ ടേമിന്റെ അർത്ഥം ഫ്ലോ എന്നുള്ളതാണ്. ഫ്ലോ ഇവിടെ എന്താണ്? ഫ്ലോ ഓഫ് ചാർജസ് അല്ലെ? ഇലക്ട്രിക് ഫ്ലക്സ്, ഫ്ലോ ഓഫ് ചാർജസ്. ഇനി എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്തു. ഇപ്പോൾ ഇതൊരു സർഫസ് ആണ്. ഇതിലേക്ക് ഒരുപാട് ഫീൽഡ് ലൈൻസ് കടന്നു വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ 5 ലൈൻസ് ആണ് ഈ സർഫസിലേക്ക് വന്നു പതിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇപ്പോൾ ഈ സർഫസിൽ 10 ഫീൽഡ് ലൈൻസ് കടന്നു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്തു. ഈ സർഫസിൽ ഇപ്പോൾ ഒരു 200 ഫീൽഡ് ലൈൻസ് ഇവിടെ വന്ന് പതിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് 200 ആയിരിക്കും. അപ്പോൾ നോക്കിയട്ടെ, നേരത്തെ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏരിയ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്ന് പതിക്കുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം പതിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സ്മോൾ ഏരിയ എടുത്തപ്പം അതിൽ വന്ന് പതിച്ച ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഏരിയയ്ക്ക് അനുസരിച്ച് ആ ഫീൽഡ് ഇൻറ്റൻസിറ്റി
വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ രണ്ട് ഘടകങ്ങളെയാണ് അവിടെ ഫ്ലക്സ് എന്നുള്ള ടേം ഡിപ്പെൻഡ് ചെയ്തത്. ഒന്ന് ഏതായിരുന്നു? വന്ന് പതിക്കുന്ന ഫീൽഡ് ഇന്റൻസിറ്റി. രണ്ടാമത്തത് ആ ഒരു സർഫസിന്റെ ഏരിയ. ഇത് രണ്ടിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഫ്ലക്സ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ സർഫസിലേക്ക് ഈ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വന്ന് പതിക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ട്, അല്ലെ? അപ്പോൾ ഇവിടെ 10 ഫീൽഡ് ലൈൻസ് വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് 10 ആണ്. ഇപ്പോൾ ഈ സർഫസിനെ നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് കടന്നു പോണതെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് എന്തായിരിക്കും? ഈ സർഫസിൽ വന്ന് പതിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താ? ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ യാതൊരു ഫീൽഡ് ലൈൻസും കടന്നു പോകുന്നില്ല. സോ നോ ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദിസ് ഏരിയ. സോ ദ നെറ്റ് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എങ്ങനെ ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്യാം? ഇത് ഫ്ലക്സ് രണ്ട് ടേംസിനെ, രണ്ട് ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, രണ്ടാമത്തത് ഏരിയ ഓഫ് ദി സർഫസ്. ഇനി ഈ സർഫസിലേക്ക് ഈ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് കടന്നു പോണത്? ദേ ആർ പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ്. അപ്പൊ ഇതിനെ മൂന്നിനെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്തിനെ ഡിഫൈൻ ചെയ്യാം? ഇലക്ട്രിക് ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്യാം. That is, electric flux is defined as the total number of field lines passing through an area normally through it. ഇങ്ങനെയാണ് എത്ര ഫീൽഡ് ലൈൻസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ നോർമൽ ആയിട്ട് കടന്നു പോകുന്നുണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ phi. ആ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആ ഫീൽഡിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസ് ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയ, ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ. ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ഓർ ഇ എ. ഇനി നമ്മൾ ഒരു യൂണിഫോം ഫീൽഡ് കൺസിഡർ ചെയ്യാണ്. യൂണിഫോം ഫീൽഡ് കൺസിഡർ ചെയ്തു. ഒരു എ ഏരിയ ഉള്ള ഒരു സർഫസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എ ഏരിയ ഉള്ള ഒരു സർഫസിനെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോ ഇതിനകത്ത് കൂടി ഈ സർഫസിലൂടെ എത്ര ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്? 1 2 3 4 5 ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് ഫോർ ദിസ് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. മറിച്ച് ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയ സർഫസിനെ നമ്മളൊന്ന് ഇതേ ഏരിയയിലെ ഈ പ്ലേറ്റിനെ നമ്മളൊന്ന് ചരിച്ചു വെക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന അപ്പൊ ഇത്രയും ഇവിടെ ഇതെന്ത് ചെയ്തു? ചരിഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കടന്നു പോകുന്ന അത്രയും ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് ലൈൻസ്, ഇതിലൂടെ ഫീൽഡ് ഇന്റൻസിറ്റി ഇപ്പോൾ ഉള്ള ഈ ഒരു ടിൽറ്റ് ചെയ്ത് വെച്ചപ്പോ സെയിം ഏരിയ ഉള്ള സർഫസിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ചരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ അതേ ഫീൽഡ് ഇന്റൻസിറ്റി ആണോ ഇപ്പോൾ ഉള്ളത്? അല്ല. കാരണം എന്താ? നേരത്തെ 5 ഫീൽഡ് ലൈൻസ് ആണ് അതിലൂടെ കടന്നു പോയത്. ഇപ്പോൾ 4 ഫീൽഡ് ലൈൻസ് ആണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഫീൽഡ് ഇന്റൻസിറ്റിയിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇനി തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഈ സർഫസിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? എ കോസ് തീറ്റ, അല്ലെ? എ കോസ് തീറ്റ എന്നുള്ളതായിരിക്കും ഈ ഒരു ഫീൽഡ് ലൈനിന്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫ്ലക്സിന് നമുക്ക് മറ്റൊരു ഇക്വേഷൻ എഴുതാം. phi is equal to EA cos theta. അപ്പോൾ നമ്മളൊരു സ്മോൾ പോർഷൻ ആണ് ആ ഒരു സർഫസിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എ എന്നതിന് പകരം we will take the small region ds. ഇപ്പോൾ ചെറിയ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു, അവിടെ ഒരു സ്മോൾ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു ds. ഇവിടുത്തെ ഫ്ലക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എ എന്നതിന് പകരം ds എന്ന് കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഫ്ലക്സ് ഈ ഒരു സർഫസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ നടത്തും. സോ വി ക്യാൻ റൈറ്റ്
this as integral E dot ds എന്നുള്ള രീതിയിൽ നമുക്കപ്പോൾ ഇക്വേഷൻ എഴുതാം. phi is equal to integral E dot ds is equal to integral E ds cos theta എന്ന രീതിയിൽ നമുക്ക് ഈ ഇക്വേഷനെ എഴുതാം. സോ flux that is electric flux phi, it is defined as the total number of field lines passing through an area normal to it. We can define electric flux, it is the total number of field lines crossing normally through an area is called electric flux, and it is given by the equation phi is equal to E dot A is equal to EA cos theta. ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ യൂണിറ്റും മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡോട്ട് എ എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, E is equal to F/Q അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് ആണ്. അപ്പോൾ ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ വരുന്നത് കൊണ്ട് നമുക്ക് അതിനെ കൂളം റേസ്ഡ് -1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂട്ടൺ കൂളം റേസ്ഡ് -1. അതാണ് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ കൂളം റേസ്ഡ് -1 മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് വോൾട്ട് മീറ്റർ. ഇത് രണ്ടും എന്തിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എഴുതണം. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം അല്ലെ, ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? mlt raised -2 ഡിവൈഡഡ് ബൈ ചാർജിന്റെ യൂണിറ്റ് ഡയമെൻഷൻ ഫോർമുല നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് AT. ഇനി ഡയമെൻഷണൽ ഫോർമുല ഫോർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? L². സോ ദ ഡയമെൻഷണൽ ഫോർമുല വിൽ ബി ഈക്വൽ ടു dimensional formula can be written as m l into l square, that is l cube. Here there is 1 t raised to -2. ഈ താഴെയുള്ള t മുകളിലേക്ക് വരുമ്പോൾ t raised to -1 ആവും. അപ്പോൾ t raised to -3. താഴെയുള്ള a മുകളിലേക്ക് വരുമ്പോൾ a raised to -1. ml cube t raised to -3 a raised to -1. ഇതാണ് അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓർത്തു വെക്കേണ്ട മറ്റൊരു ടേം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഫ്ലക്സ് മാക്സിമം അതുപോലെ തന്നെ മിനിമം എന്ന് പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് തീറ്റ. ഈ തീറ്റയുടെ വാല്യൂ 0. തീറ്റയുടെ വാല്യൂ 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഈ സർഫസ് അതുപോലെ തന്നെ ഫീൽഡ് ലൈൻസ് ഇത് പരസ്പരം പാരലൽ ടു ഈച്ച് അതർ ആവും അല്ലേ. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു 0. തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ cos 0 1 ആണ്. സോ ഫ്ലക്സ് വിൽ ബി EA മാക്സിമം. ഇനി തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ ആ സർഫസ് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കണം. പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു 0. ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓർത്തു വെക്കാനുള്ളത്. അപ്പോൾ എപ്പോഴും സർഫസ് പെർപെൻഡിക്കുലർ ആയി നിൽക്കുമ്പോൾ ഫീൽഡ് ലൈൻസ് ആ സർഫസിലൂടെ കടന്നു പോകും ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ മനസ്സിലാക്കാനുള്ളത്, ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗോസസ് തിയറം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ചാർജ് ഒരു ലെങ്ത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഓവർ എ സർഫസ് ആണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി, വോള്യത്തിലാണ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ വോള്യം ചാർജ് ഡെൻസിറ്റി എന്നുള്ള 3 ടേംസ് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഇക്വേഷൻസ് അതേപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ആ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് E.ds അല്ലെങ്കിൽ EDS cos θ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്.